Hello, hi, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സുസ്വാഗതം. It's me, Lerin Davis, your physics master teacher. And yes, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ നീറ്റ് എക്സാം ടഫ് ആകോ ഈസി ആയിരിക്കോ, എന്താണ് സ്റ്റാറ്റസ്, ഇതെല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഈ വർഷം എന്തായാലും ടഫാണ്, ഈ വർഷം എന്തായാലും ഈസി എക്സാം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അനാലിസിസ് നോക്കാം. ഓക്കെ, ഓരോ വർഷവും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ഈ വർഷം എങ്ങനെയാകാം എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ യെസ് ഗൈസ്, അപ്പൊ നമ്മൾ കുറച്ച് വർഷത്തെ അനാലിസിസ് ആണ് പറയാൻ പോകുന്നത്. 2018 നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 11 lakh സ്റ്റുഡൻസ് എക്സാമിന് അപ്ലൈ ചെയ്തിരുന്നു. അതിൽ ഓൾമോസ്റ്റ് 11 lakh തന്നെ യെസ് എന്ത് ചെയ്തിരുന്നു, അറ്റൻഡ് ചെയ്തിരുന്നു. ആൻഡ് നമ്മൾ 2019 വരുമ്പോഴോ 13 ലക്ഷത്തോളം സ്റ്റുഡൻസ് ആണ് അപ്ലൈ ചെയ്തത്. അതിൽ 12.5 ലക്ഷത്തോളം സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കേസ് നമ്മൾ 2020 വരുമ്പോൾ 15 lakh സ്റ്റുഡൻസ് ആണ് എന്താ പറയുന്നത് അപ്ലൈ ചെയ്തത്. അതിൽ ഓൾമോസ്റ്റ് 14 ലക്ഷം സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് 2021 വരുമ്പം ഓൾമോസ്റ്റ് 16 lakh സ്റ്റുഡൻസിന്റെ അടുത്ത് കുട്ടികൾ അപ്ലൈ ചെയ്തിരുന്നു. ആൻഡ് യെസ് 13.5 ലക്ഷത്തോളം സ്റ്റുഡൻസ് ആണ് അറ്റൻഡ് ചെയ്തത്. ആൻഡ് 2023 സ്റ്റാറ്റസ് എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് 20 lakh സ്റ്റുഡൻസ് ആണ് എക്സാമിന് അപ്ലൈ ചെയ്തത്. ആൻഡ് 20 lakhs സ്റ്റുഡൻസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, യെസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് വലിയ വ്യത്യാസങ്ങൾ അപ്ലൈ ചെയ്തതിലും അപ്ലൈ ആൻഡ് അറ്റൻഡിൽ ഒരുപാട് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 20 lakh സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് 20 lakh സ്റ്റുഡൻസ് തന്നെ അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ 11.5 ലക്ഷം സ്റ്റുഡൻസ് ആണ് ക്വാളിഫൈഡ് ആയത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ എണ്ണം കൂടുവാണ്. ഓക്കെ, ഒരു എക്സാമിന് നമുക്ക് 10 പേരെ ഉള്ളൂ എങ്കിൽ നമ്മുടെ കോമ്പറ്റീഷൻ അത്രത്തോളം പവർഫുൾ അല്ല അല്ലെ. 10 പേരെ ഉള്ളൂ എങ്കിൽ 10 എന്താ പറയാ 1ാം സ്ഥാനക്കാരനാവാനോ 2ാം സ്ഥാനക്കാരനാവാനോ 3ാം സ്ഥാനക്കാരനാവാനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. അറ്റ് ദ സെയിം ടൈം അത് 100 പേരായിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ സ്ട്രഗിൾ ഉണ്ട്. അതായത് 10 നമ്മൾ 1ാം സ്ഥാനം മേടിക്കുന്നതും 100 പേരിൽ നിന്ന് 1ാം സ്ഥാനം മേടിക്കുന്നതും വ്യത്യാസമുണ്ട്. അത് 10,000 അതുപോലെ തന്നെ 30,000 40,000 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം ആകുമ്പം കോമ്പറ്റീഷൻ വളരെ വളരെ ടൈറ്റ് ആകും. സോ നിങ്ങൾ മേ ബി ഫസ്റ്റ് പ്രൈസ് എനിക്ക് അടിക്കണം എന്ന്, ഓൾ ഇന്ത്യ ലെവലിൽ ഫസ്റ്റ് റാങ്ക് കിട്ടണം, സെക്കൻഡ് റാങ്ക് കിട്ടണം, ഇതൊന്നും ആയിരിക്കും നിങ്ങളുടെ എയിം. നിങ്ങൾക്ക് ഞങ്ങൾക്ക് മെഡിക്കൽ സീറ്റ്, ഗവൺമെന്റിൽ മെഡിക്കൽ സീറ്റ് കിട്ടണം എന്നായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. പക്ഷേ നിങ്ങളുടെ അതേ മാർക്കിൽ വരുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം കൂടും. കാരണം നിങ്ങൾക്ക് അറിയാം, ഓൾമോസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ 2021 22 നോക്കുവാണെങ്കിൽ 5 ലക്ഷത്തോളം സ്റ്റുഡൻസ് ആണ് കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഈ വർഷം വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഒരുപാട് സ്റ്റുഡൻസ്, അതായത് നമുക്ക് പ്രതീക്ഷിക്കാം 21 ലക്ഷത്തോളം സ്റ്റുഡൻസ് ഈ വർഷം നീറ്റ് എക്സാം എഴുതും. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ ഒപ്പം മാർക്ക് വാങ്ങുന്ന ഒരുപാട് പേര് ഉണ്ടാകും. നേരത്തെ പറഞ്ഞ അതേ കണക്ക് നിങ്ങൾ നോക്കിയാൽ മതി. 10 പേരാ ഉള്ളത്. അതിൽ ചിലപ്പം 2 പേര് നിങ്ങളുടെ അതേ മാർക്കിൽ, അതായത് എനിക്കും എന്റെ ഫ്രണ്ടിനും വേറൊരു കുട്ടിക്കും എന്താണ് സെയിം മാർക്ക് വരാം, 3 പേർക്കേ വരത്തുള്ളൂ. 100 പേരാവുമ്പോഴോ അതേ മാർക്കിൽ വരുന്ന ഒരുപാട് പേര്, അതായത് ഏകദേശം ഒരു 10 പേരെ കൂട്ടിക്കോ. പക്ഷെ ഇവിടെ 10 ലക്ഷവും 20 ലക്ഷവുമാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരേ മാർക്കിൽ, അതായത് നമ്മളിപ്പം ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക 600 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ 600 നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതേ മാർക്കിൽ വരുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം കൗണ്ട് കൂടുതലായിരിക്കും. സോ കോമ്പറ്റീഷൻ വളരെയധികം ടൈറ്റ് ആയിരിക്കും. ഓക്കെ, സോ എക്സാം ടഫ് ആണെന്നുണ്ടെങ്കിലും എക്സാം മോഡറേറ്റ് ആണെങ്കിലും ഈസി ആണെങ്കിലും ഏറ്റവും കാര്യം മനസ്സിലാക്കേണ്ടത്, ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആണ്. പക്ഷേ എഗെയിൻ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് നമുക്ക് സീറ്റ് കിട്ടാനും നമ്മുടെ സീറ്റ് അവൈലബിലിറ്റിനെയും ഒക്കെ ബാധിക്കും. അതുകൊണ്ട് ഇത്തവണത്തെ നീറ്റ് 2024 എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കാരണം നിങ്ങളുടെ കൂടെ അത്രയും അധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന, അത്രയും അധികം പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. നീറ്റ് 2024 നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് ഇതിന് വേണ്ടി തന്നെ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര്, അതായത് കഴിഞ്ഞ വർഷം എന്താ പറയാ ഡ്രോപ്പ് ചെയ്തവര്, +2 കഴിഞ്ഞ് ഈ വർഷം ഒന്നുകൂടെ കുത്തിയിരുന്ന് പഠിച്ച് ഈ വർഷം നിങ്ങളുടെ ഒപ്പം എഴുതാൻ വരുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ +2 ബോർഡിനും കൂടെ പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, കുറച്ചും കൂടെ ഇരട്ടി എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തവണത്തെ നീറ്റ് 2024 ക്രാക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയ ടാസ്ക് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്ക് മേ ബി പോസിബിൾ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന റാങ്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്ക് കൂടണം.
ഓക്കെ, 600 നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്കെങ്കിൽ ഓക്കെ, ആ 600-ൽ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓൾവേസ് എത്ര വിചാരിക്കണം? 650 വിചാരിക്കണം. എങ്കിലാണ് നിങ്ങൾക്ക് 600-ൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റാങ്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, കാരണം അത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. സോ ഇത്തവണത്തെ നീറ്റ് 2024 ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഇന്ന് മുതൽ, നാളെ നിന്നില്ല, നമുക്ക് ഇന്ന് മുതൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് തുടങ്ങാം. നീറ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് തുടങ്ങാം. നീറ്റിന് വേണ്ടി അഡീഷണൽ ആയിട്ട് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യാം. ഓക്കെ, സോ യെസ്, ഓഫ് കോഴ്സ് നമ്മുടെ ചാനലിൽ നീറ്റിന് ആസ് ഇഫ് നൗ നീറ്റിന്റെ വീഡിയോസ് ഒന്നും വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ ഗൈഡൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുള്ള എന്തൊക്കെ കാര്യമുണ്ടോ അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അതിന്റെ ഒക്കെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, സോ യെസ്, ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ബോർഡ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു 2 months ഉണ്ടാവും അല്ലെ, ഓൾമോസ്റ്റ് 2 months. ഓക്കെ, ആ സമയത്ത് നമ്മൾ നീറ്റിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ചെയ്തിരിക്കും. സോ ആൻഡ് ഓൾസോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നീറ്റിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ചാനൽ തുടങ്ങും. സോ ഇഫ് യു വാണ്ട് ദാറ്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് നീറ്റിന്റെ ചാനൽ വേണോ, നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഒരു പവറും, അതായത് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനെ കൊണ്ടുവരാം, മാക്സിമം ഫ്രണ്ട്സ് ഇവിടെ വരട്ടെ. അതായത് വേദാന്തുവിന്റെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം നീറ്റ് ആസ്പിറൻസിന്റെ ഒരു എന്താ പറയുക, ഒരു ഹെവൻ ആണ് വേദാന്തു എന്ന് പറയുന്നത്. സോ ഇഫ് യു വാണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് യെസ്, നിങ്ങൾക്ക് വേണ്ട ഒരുപാട് ഗൈഡൻസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ആൻഡ് സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്.